അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ വാഖിയ 74 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ ആയത്തുകളുടെ ഒരു ചുരുക്കം, പിന്നെ ഒന്ന് ഈ സൂറത്ത് തുടങ്ങുന്നത് ഈ ലോകത്തിൻ്റെ അവസാനത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ലോകാവസാനം, ഖിയാമത്ത് നാൾ. അതിനുശേഷം 3 വിഭാഗങ്ങൾ, മനുഷ്യരെ 3 വിഭാഗങ്ങളാക്കും. അത് കഴിഞ്ഞിട്ട് സ്വർഗത്തിൻ്റെ വിവരണം അള്ളാഹു പറഞ്ഞു, പിന്നെ നരകത്തിൻ്റെ വിവരണം പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അള്ളാഹു ഉണ്ട് അല്ലെങ്കിൽ ആഖിറത്തുണ്ട് എന്നതിൻ്റെ യുക്തി, ലോജിക്കാണ് ഖുർആൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇന്നത്തെ ആയത്തുകളിൽ അള്ളാഹു വിശദീകരിക്കുന്നത് ഖുർആൻ ദൈവത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത് നിന്നാണ് എന്നതിനുള്ള യുക്തിയാണ്. അപ്പോൾ അതാണ് ആയത്തിൻ്റെ. നമുക്ക് ഇൻഷാ അല്ലാഹ് ആയത്തിലേക്ക് പോയിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. 75-ാമത്തെ ആയത്തിൽ ഫല ഉഖ്സിമു ബിമവാഖിൻ നുജൂം, 75-ാമത്തെ ആയത്ത്. ഫല എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഫ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അതിന് തൊട്ട് മുന്നേ പറഞ്ഞതിനെ ചേർത്ത് വെക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട്, സോ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് കൊണ്ട് എന്ന് പറയുന്നില്ല, അങ്ങനെ അതിനാണ് ഫ എന്ന് പറയാം. അപ്പൊ ഇതുവരെ പറഞ്ഞത് കൊണ്ട് ഫ ലാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അവിടെ ആൾക്കാർ നിലനിന്നിരുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിനെ, ധാരണയെ അള്ളാഹു നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല എന്ന് പറയുന്നതാണ് ലാ, ഫല. എന്നിട്ട് ഉഖ്സിമു ഖസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം ചെയ്യലാണ്. ഖസം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം 2 കാര്യത്തിനെ വേർതിരിക്കുന്നതിനെയാണ് ഖസം എന്ന് പറയുക. ബയ്യിനക്കും ആ അർത്ഥമുണ്ട്. ഖസം വേർതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സത്യം, പ്രൂഫ് വരുമ്പോൾ എന്താ സംഭവിക്കുക, തെളിവ് വരുമ്പോൾ എന്താ സംഭവിക്കുക, സത്യവും അസത്യവും വേർതിരിയും. അതിനാണ് ഖസം എന്ന് പറയുക. അപ്പം ഉഖ്സിമു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നു. ബി മവാഖി എന്ന് പറഞ്ഞാൽ വാഖിയ എന്ന് നമ്മൾ പഠിച്ചല്ലോ ഒന്നാമത്തെ ആയത്ത്, അതേ പദമാണ്. വാഖിയ എന്ന് പറഞ്ഞ പദത്തിൻ്റെ അർത്ഥം ഒന്ന് മുകളിൽ വന്നും താഴേക്ക് പതിക്കുന്നതിന് വാഖിയ എന്ന് പറയും. ഉറപ്പായും സംഭവിക്കുന്നതിന് വാഖിയ എന്ന് പറയും. ഒരു കാര്യം സംഭവിച്ച സ്ഥലത്തിന് വാഖിയ എന്ന് പറയും. അപ്പോൾ അതെല്ലാം കൊണ്ട് നിങ്ങൾ അതിൻ്റെ തഫ്സീറിൽ നോക്കിക്കഴിഞ്ഞാൽ ബി മവാഖിഉൻ നുജൂം, നുജൂം എന്താണ്? നജ്ം എന്താണ്? നക്ഷത്രമാണ്. നുജൂം നക്ഷത്രങ്ങളാണ്. അപ്പം നക്ഷത്രങ്ങളുടെ അസ്തമയ സ്ഥാനം എന്നാണ് ലളിതസാരത്തിലുള്ള. അങ്ങനെ അതായത് നക്ഷത്രങ്ങൾ വന്ന് പതിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ നക്ഷത്രങ്ങൾക്ക് എന്താണ് അതിൻ്റെ ചേഞ്ച്, അതിൻ്റെ റെവല്യൂഷനിലൊക്കെ എവിടെയെങ്കിലൊക്കെ വന്ന് പതിക്കുന്ന സ്ഥലങ്ങളെ കുറിച്ച് പറയുന്നതാണ് ബി മവാഖിഉൻ നുജൂം എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു എന്ത് ചെയ്യാണ്? നക്ഷത്രങ്ങളെ സത്യം ചെയ്തുകൊണ്ട് ഒരു കാര്യം പറയാണ്. എന്താണ് ആ കാര്യം? നിശ്ചയമായും ഈ സത്യം ചെയ്യൽ എന്ന് പറയുന്നത് ലൗ തഅലമൂന അളീം, നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത് വളരെ വമ്പിച്ച ഒരു സത്യം ചെയ്യലാണ്. എന്ന് വെച്ചാൽ നക്ഷത്രം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സാധനമല്ല. നക്ഷത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും നക്ഷത്രങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അതൊരു ഭയങ്കര സംഭവമാണ്. അപ്പൊ ഈ ഞാൻ സത്യം ചെയ്യുന്ന ഈ സത്യം ചെയ്യൽ എന്താണ്? വലിയൊരു സത്യം ചെയ്യലാണെന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എന്നിട്ട് അള്ളാഹു എന്തിനാണ് ഇത് പറയുന്നത്? ഇന്നഹു ലഖുർആനുൻ കരീം, ഈ ഖുർആൻ എന്ന് പറയുന്നത് കരീം. കരീം എന്ന് പറഞ്ഞാൽ കറം എന്ന് പറയുന്നത് റെസ്പെക്റ്റിന് പറയുന്നതാണ് കറം. എന്ന് വെച്ചാൽ എന്തോ ബഹുമാനം അർഹിക്കുന്ന കാര്യങ്ങൾക്കാണ് കറം എന്ന് പറയാം. ഈ അറബികളിൽ ഈ വളരെ വിലപിടിപ്പുള്ള പ്രിഷ്യസ് ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ടല്ലോ, അതിനെയൊക്കെ കുറിക്കാൻ വേണ്ടിയിട്ട് ഈ കരീം, കറം എന്നുള്ള പദം ഉപയോഗിക്കും. അപ്പൊ ഇന്നഹു ലഖുർആനുൻ കരീം, ഇതെന്താണ്? ഇത് വളരെ ആദരണീയമായ ഒരു ഗ്രന്ഥമാണ്, ഖുർആനാണ് എന്നത് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹ് എന്ത് ചെയ്യാണ്? അതിന്റെ ലോജിക് അതിന്റെ തെളിവായിട്ട് അള്ളാഹ് പറയുന്നത് നിങ്ങൾക്ക് നക്ഷത്രങ്ങളെ നോക്കിയാൽ മനസ്സിലാവും ഈ ഖുർആൻ എന്താണ്? വളരെ ആദരണീയമായ ഒരു കാര്യമാണ്. നിങ്ങൾ ഖുർആനെ നോക്കിക്കഴിഞ്ഞാൽ ഖുർആനെ തന്നെ ഖുർആൻ എന്നും പറയുന്നുണ്ട്, കിതാബ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നതാണ്, ഓറലി വായിക്കപ്പെടുന്നതിനെയാണ് ഖുർആൻ എന്ന് പറയുക. കിതാബ് എന്ന് പറയുന്നത് എന്താണ്? കിതാബ് എഴുതപ്പെട്ടതാണ്.
അപ്പോൾ രണ്ടും ഉപയോഗിക്കുന്നിടത്ത് പിന്നെ അർത്ഥവ്യത്യാസങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ വിഷയം അതല്ല, വേറൊരു സന്ദർഭത്തിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് 78-ാമത്തെ ആയത്തിൽ ഫീ കിതാബിൻ മക്നൂൻ, ഈ ഖുർആൻ എന്ന് പറയുന്നത് മക്നൂൻ എന്ന് പറഞ്ഞാൽ വളരെ ഭദ്രമായി സൂക്ഷിക്കപ്പെട്ട എന്നാണ് മക്നൂൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ ഖുർആൻ എന്തുണ്ട്? ഖുർആൻ വളരെ ഭദ്രമായ ഒരു ഗ്രന്ഥത്തിൽ സൂക്ഷിക്കപ്പെട്ടതാണ്. അതെന്താണ്? നമ്മൾ ലൗഹുൽ മഹ്ഫൂസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഖുർആന്റെ ആശയങ്ങൾക്ക് എന്ത് സംഭവിക്കൂല, ഒരിക്കലും അത് നശിക്കൂല. ഖുർആന്റെ ആശയങ്ങൾ വളരെ ഭദ്രമായ സ്ഥലത്ത് സൂക്ഷിക്കപ്പെട്ടതാണ്. ലാ യമുസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, അതിനെ എന്ത് ചെയ്യൂല, അതിനെ പിന്നെ വളരെ പരിശുദ്ധരായ ആൾക്കാർക്ക് മാത്രമേ അതിനെ സ്പർശിക്കാൻ കഴിയുള്ളൂ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ തൽക്കാലം നമ്മൾ ഇത് അള്ളാഹുവിടെ പറയാൻ കാരണം, ഈ ലാ യമസ്സുഹു ഇല്ലൽ മുതഹ്ഹറൂൻ, ഇതിനെന്ത് ചെയ്യൂല, പരിശുദ്ധരായ ആൾക്കാരല്ലാതെ സ്പർശിക്കുകയില്ല എന്ന് പറയാൻ കാരണം, ഈ ഖുർആന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മക്കയിലെ ഖുറൈശികളുടെ മുന്നിൽ അവതരിപ്പിച്ചപ്പം അവർക്ക് പരിചയമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ആൾക്കാർ കവിത എഴുതുക, ഭാവി പറയുന്ന ജ്യോത്സ്യം, ജിന്നുകൾ ബാധിച്ചുകൊണ്ട് പറയുന്നതൊക്കെയാണ് അവർക്ക് ഈ ഇങ്ങനെ എവിടുന്നോ കേട്ടിട്ട് കാണാത്ത ഒരു സ്ഥലത്ത് നിന്ന് കേട്ടിട്ട് പറയുന്നത്. അവർക്ക് പരിചയമുള്ളത് ഏതാണ്? ഈ കവികൾ ഭയങ്കര ആശയങ്ങൾ പറയുക, അല്ലെങ്കിൽ ജ്യോത്സ്യര്. അപ്പൊ അവർ ഖുർആനെതിരെ വിമർശനം പറഞ്ഞിരുന്നു. എന്താണ്? ഇത് നിനക്ക് ദൈവത്തിൽ നിന്ന് വന്ന സംഭവമൊന്നുമല്ല, ഇതെന്താണ്, നിനക്കെന്തോ മാരണം സംഭവിച്ചാണ്, അല്ലെ ജിന്ന് ബാധിച്ചാണ്, അല്ലെ നീ കവിത അത് പറയാണ്. അപ്പൊ പിന്നെ അതിനോടുള്ള മറുപടി ആയിട്ടാണ് അള്ളാഹ് പറയുന്നത് എന്ത്, ഇതിനെന്ത് ചെയ്യാൻ കഴിയില്ല, ഏതോ ഒരു ഷെയ്ത്താനോ പിശാചിനോ ആ ജിന്നിനോ ആർക്കും സ്പർശിക്കാൻ കഴിയില്ല. ഇത് ആർക്ക് മാത്രമേ സ്പർശിക്കാൻ കഴിയുള്ളൂ? അത് വളരെ പരിശുദ്ധരായ അള്ളാഹ് നിശ്ചയിച്ച മലക്കുകൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഈ ആശയത്തെ സ്പർശിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് 80-ാമത്തെ ആയത്തില് തൻസീലും മിർ റബ്ബിൽ ആലമീൻ, തൻസീൽ അൻസല എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. ഇത് എവിടുന്നാണ് ഇറങ്ങിയിട്ടുള്ളത്? റബ്ബിൽ ആലമീൻ, ഈ ലോകങ്ങളുടെ രക്ഷിതാവിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഖുർആൻ ഇറങ്ങിയത്. 81-ാമത്തെ ആയത്തില് അഫബി ഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. അപ്പൊ ഒരു ചോദ്യമാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുകയാണ് എന്താണ്, എന്നിട്ട് നിങ്ങൾ ഈ ഹദീസിനെയാണോ, ഹദീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ട് എന്നുള്ള അർത്ഥമുണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഹദീസ് എന്ന് പറയുന്നത് പ്രവാചകന്റെ റിപ്പോർട്ട് എന്നുള്ള അർത്ഥമുണ്ട്. പിന്നെ പുതിയത് എന്നുള്ളൊരു അർത്ഥമുണ്ട്. പുതിയതായിട്ട് വരുന്നതിന് ഹദീസ് എന്ന് പറയും. അപ്പം അഫബി ഹാദൽ ഹദീസി, നിങ്ങൾ ഈ ഒരു പിന്നെ വർത്തമാനത്തെ അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിനെയാണോ, ഈ ഒരു ഡോക്യുമെന്റിനെയാണോ അൻതും മുദ്ഹിനൂൻ. മുദ്ഹിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ വഴുക്കൽ, സ്ലിപ്പറി ആകുന്നതിനെ കുറിച്ചൊക്കെയാണ് ദുഹ്ന എന്ന് ഉപയോഗിക്കുക. അപ്പം ഗൗരവമില്ലാത്ത നിലപാടെടുക്കുന്നതിനെയാണ് മുദ്ഹിനൂൻ എന്ന് പറയുക. അപ്പം ശരിക്കും ഈ ഒരു ആയത്തിന്റെ അർത്ഥം അവർക്കൊരു പുതിയ കാര്യമാണ് അവിടെ വന്നത്, പുതിയൊരു സംഭവമാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പുതിയൊരു മനുഷ്യന് മുകളിൽ നിന്നും ദൈവം കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അത് പുതിയതാണ്. അപ്പൊ നിങ്ങൾക്ക് പുതുതായി തോന്നിയ ഒരു കാര്യത്തിനോട് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിനെ വളരെ ഗൗരവമില്ലാതെ കവിതയാണ്, എന്താണ് ഇത് ബാധിച്ചതാണെന്ന് പറയുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. 82-ാമത്തെ ആയത്തില് വതജ്അലൂന റിസ്ഖക്കും അന്നക്കും തുകദ്ദിബൂൻ, ഈ സത്യത്തെ നിഷേധിക്കുക എന്നത് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പണിയായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം. അപ്പം ഈ ആയത്തുകളുടെ ഒരു സമ്മറി എന്താണ് ഈ ആയത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഖുർആൻ ഇപ്പം നമ്മൾ പിന്നെ ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാണെങ്കിൽ ഇതിലെന്തോ ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യൂല. പക്ഷെ ആ ഒരു പുതുമയോടുകൂടി നിങ്ങൾ ഇതിനെ കേൾക്കണം. കാരണം ഖുർആൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്, നമ്മളെപ്പോലത്തെ പിന്നെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് പെട്ടെന്ന് എന്ത് ചെയ്തിരുന്നു, അള്ളാഹു ദൈവത്തിൽ നിന്നും എന്ത് ചെയ്യുന്നു, കുറേ സന്ദേശം വരുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് അവിടുത്തെ കുറെ ആൾക്കാർ എന്ത് ചെയ്തിരുന്നില്ല, വിശ്വസിച്ചിരുന്നില്ല. അപ്പൊ അള്ളാഹു പറയാണെന്ത്, അതിനൊരു ലോജിക് ഉണ്ട്, അതിന്റെ യുക്തിയുണ്ട്. ആ യുക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പിന്നെ ഒന്ന് നക്ഷത്രങ്ങളുടെ സിസ്റ്റമാണ്, എന്താണ് സ്റ്റാർസിന്റെ സൈക്കിള്, ലൈഫ് സൈക്കിള്, നക്ഷത്രങ്ങളുടെ വ്യവസ്ഥയാണ്. പിന്നെ അള്ളാഹു പറയുന്നത് അവർക്കുള്ള മറുപടിയാണ്. എന്ത്? നിങ്ങൾ പറയുന്നു എന്ത്, ഷെയ്ത്താനാണ് ഇത് കൊണ്ടുവന്നത്, ജിന്നാണ് കൊണ്ടുവന്നത്. അതിന്റെ മറുപടിയായിട്ട് അള്ളാഹ് പറയുന്നത് ഈ ഖുർആൻ കരീമാണ്. എന്താണ് ഈ ഖുർആൻ? എന്തോ ഒരു ഖുർആനല്ല, ഈ ഖുർആൻ ആദരണീയമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. രണ്ട്, അത് മക്നൂനാണ്. എന്താണ്? വളരെ സുരക്ഷിതമായ ഇടത്തിലാണത് സൂക്ഷിക്കപ്പെടുന്നത്. മൂന്ന്, മുത്തഹറൂന് മാത്രമേ അതെന്ത് ചെയ്യുള്ളൂ, അതിനെ കൈകാര്യം ചെയ്യുകയുള്ളൂ എന്നാണ്. എന്നിട്ട് അവരിതിനെ എതിർക്കുന്നതിന്റെ രണ്ട് തെറ്റായ കാരണമായിട്ട് അള്ളാഹ് പറയുന്നത് എന്താണ്? ഒന്ന്, അവർക്ക് പുതിയതായിട്ട് വന്ന ഒരു അനുഭവം ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു,
അവർക്ക് പെട്ടെന്ന് പരിചയമായിട്ടുള്ള ഒരു കാര്യമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അതിനെ കവിത എന്ന് പറഞ്ഞിതാക്കി. എന്ത് ചെയ്യുന്നു, അവർ ഇതിനെ തന്നെ എന്ത് ചെയ്യുന്നു, അവരുടെ ജീവിത പണിയായിട്ട് ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇനി നമ്മൾ ആയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വഹിയാണ്. വഹി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈമാൻ കാര്യങ്ങൾ എത്രയാണ്? ഈമാൻ കാര്യങ്ങൾ 6. ആ ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? കിതാബിലുള്ള വിശ്വാസമാണ്. എന്ന് വെച്ചാൽ അള്ളാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയിലൂടെ ആണ് ഈ ഖുർആൻ അവതരിച്ചത് എന്ന വിശ്വാസം നമ്മുടെ മുസ്ലിമായിട്ട് ആദ്യത്തെ ദിവസത്തിൽ ക്ലിയർ ആവേണ്ട പോയിന്റാണ്. ഈമാൻ കാര്യങ്ങളിൽ ഒന്നാണ്. ആ ഈമാൻ കാര്യങ്ങളിൽ ഒന്നാണ് ആഖിറത്ത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ലോജിക്ക് പഠിച്ചത്. അതേപോലെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ ക്ലിയർ ആകണം ഇത് പടച്ചവൻ്റെ അടുത്ത് നിന്നുള്ള ഗ്രന്ഥമാണ് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ പിന്നെ അറിവ് എവിടെ നിന്നൊക്കെയാണ് മനുഷ്യന് കിട്ടുക എന്ന കാര്യത്തിൽ ഇസ്ലാമിനും ഭൗതികതക്കും എന്തുണ്ട്, മെറ്റീരിയൽസ് എന്തുണ്ട്, 2 വ്യത്യസ്തമുണ്ട്. നിങ്ങൾ ഭൗതികമായിട്ട് വിശ്വാസമില്ലാത്ത ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നൊക്കെ അറിവ് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് 3 സോഴ്സുകളാണ് പറയുക. ഒന്നെന്താണ്? ഒന്ന് സെൻസസ് ആണ്, ഇന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, കാത്, ഇതൊക്കെയാണ് സെൻസസ്. രണ്ടാമത് എന്താണ്? റീസൺ ആണ്, യുക്തി. അപ്പൊ എന്ത് ചെയ്യുന്നു, നമുക്ക് അറിവിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഒരു അറിവ് കിട്ടുന്നു, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇതൊരു ആപ്പിൾ ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ആപ്പിൾ എവിടെ നിന്നുണ്ടായി എന്ന് ചിന്തിക്കുന്ന എന്താണ്? യുക്തിയാണ്, യുക്തി ചിന്തിക്കുന്നു. മൂന്നാമത് ഉള്ള സോഴ്സ് ഏതാണ്? അനുഭവമാണ്, എക്സ്പീരിയൻസ് ആണ്. ഈ 3 സോഴ്സാണ് വിശ്വാസത്തിന്റെ പുറത്ത് നിങ്ങൾ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എന്താണ് ഭൗതികമായിട്ട് ഒരാൾ പറയാം 3 സോഴ്സാണ്. ഇസ്ലാം പറയുന്നത് ഈ 3 സോഴ്സ് മാത്രമല്ല, 4ാമതും വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ഉണ്ട്. അതാണ് എന്ത്? റെവലേഷൻ എന്ന് പറയുന്നത്. എന്താണ്? വഹി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം പറയുന്നത് വഹി മാത്രമാണ് അറിവിന്റെ സോഴ്സ് എന്നല്ല, വഹിയും കൂടിയാണ് എന്നാണ്. ഇത് രണ്ടും വ്യത്യാസമാണ്. ഈ രണ്ടിനെയും കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ശാസ്ത്രത്തിനൊക്കെ കുറേ സയൻസിനൊക്കെ എതിർത്തുകൊണ്ടിരിക്കും. ഇസ്ലാം അതിനെക്കുറിച്ചൊന്നുമല്ല പറയുന്നത്. ഇസ്ലാം പറയുന്നത് നമ്മളെ ഇന്ദ്രിയങ്ങൾ വേണം, നമ്മളെ യുക്തി വേണം, നമ്മളെ അനുഭവം വേണം. പക്ഷെ അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എല്ലാം കിട്ടൂല. അതിൻ്റെ ഒന്നിച്ച് എന്തും കൂടി വേണം, റെവലേഷൻ കൂടി, വഹിയും കൂടി വേണം. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹു എന്താ പറയുന്നത്? അഫറ ഐത്തും മാ തുംനൂൻ. അള്ളാഹു എന്താ പറയുന്നത്? നിങ്ങൾ നോക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തിനു നോക്കുന്നില്ലേ എന്നുള്ളത്? നിങ്ങളെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നോക്കുന്നില്ലേ? അപ്പൊ എന്തുപയോഗിക്കാനാണ് പറയുന്നത്? ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാനാണ് പറയുന്നത്. അതിൻ്റെ ഒന്നിച്ച് അള്ളാഹു എന്ത് പറയുന്നു? ഈ അറിവുകളെ കാണാൻ കഴിയാത്ത അറിവുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയണമെങ്കിൽ എന്ത് വേണം? വഹി വേണം, റെവലേഷൻ വേണം, ദിവ്യബോധനം വേണം എന്നാണ് അള്ളാഹു പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി പിന്നെ അതുകൊണ്ടാണ് സൂറ ഹാക്കയിൽ, സൂറ ഹാക്ക 38-40 ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇത് ഇന്നത്തെ ആയത്തിന്റെ അതേ പ്രയോഗമാണ്. ഫലാ ഉഖ്സിമു ബിമാ തുബ്സിറൂൻ. നിങ്ങൾ കാണുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. എന്നാൽ കാണുന്നവയെന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ, സൂര്യൻ, പൂവ്. നിങ്ങൾ കാണുന്നവയെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. വമാലാ തുബ്സിറൂൻ. നിങ്ങൾ കാണാത്തവയെ കൊണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു? സത്യം ചെയ്യുന്നു. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഈ വർത്താനം ആരുടേതാണ്? വളരെ ആദരണീയമായ ഒരു അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ വർത്തമാനമാണ് എന്ന് കാണാൻ പറ്റും. അല്ലാമ ഇക്ബാൽ പിന്നെ ഈ വിഷയത്തെക്കുറിച്ച്, അല്ലാമ ഇക്ബാൽ നമുക്ക് അറിയാവുന്ന ഇന്ത്യയിലും പാകിസ്ഥാനിലൊക്കെ വളരെ അറിയപ്പെട്ട ഒരു ചിന്തകനാണ്. അദ്ദേഹം ഈ വഹീനെ കുറിച്ച്, റെവലേഷനെ കുറിച്ച് പറയുന്നത്, വഹി മനുഷ്യൻ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിവിൻ്റെ പുതിയ മണ്ഡലങ്ങൾ തുറന്നു കൊടുക്കും. അവിടെ അവൻ എന്ത് ചെയ്യും? സത്യം കാണാൻ കഴിയും, ദൈവത്തിൻ്റെ സാമീപ്യം കാണാൻ കഴിയും. എന്നിട്ട് അവസാനം അദ്ദേഹം പറയുന്നത്, ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള, നമ്മുടെ സെൻസസ് കൊണ്ടുള്ള അറിവിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും ടൈമും സ്പേസിലും ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ എങ്ങനെയൊക്കെ ഈ ലോകത്ത് നിന്ന് ചിന്തിച്ചാലും അതെന്തായിരിക്കും? സമയവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. നമ്മുടെ ഈ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ആലോചിക്കാൻ കഴിയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഖുർആൻ തരുന്നൊരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വഹി നിർബന്ധമാണ്. വഹി ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം മനസ്സിലാവില്ല. ഈ ജീവിതം എങ്ങനെ വന്നു, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ, ചിന്തിച്ചൊരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, എത്താൻ കഴിയില്ല എന്നാണ് അള്ളാഹു പറയുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒന്ന്, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കുറേ പരിമിതിയുണ്ട്. ഇപ്പൊ ഈ റൂമിന്റെ പുറത്തുള്ള ഒരു സാധനം കാണാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇപ്പോൾ കഴിയില്ല. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, ഒരു വെള്ളത്തിലുള്ള മീനിനോട് അതിന്റെ പുറത്തൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വിശ്വസിക്കൂല. കാരണം എന്താണ്, അതിന്റെ സെൻസസിന്, ഇന്ദ്രിയത്തിന് ആ വെള്ളത്തിന്റെ പുറത്ത് ചിന്തിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു അനുഭവം അതിന് ഇല്ല. ഇന്ദ്രിയങ്ങളുടെ പരിമിതി ഇതാണ്. രണ്ടാമത്, നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ നമ്മളെ ഏറ്റവും വലിയ പരിമിതിയായിട്ട് ഖുർആൻ പറയുന്നത് നമ്മളെ കുറേ സാധനങ്ങൾ സ്വാധീനിക്കും. നമുക്ക് ഓപ്പണും പ്യുവറുമായിട്ട് ചിന്തിക്കാൻ കഴിയില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ ഗ്രൂപ്പ് ഐഡന്റിറ്റി നമ്മളെ സ്വാധീനിക്കും, നമ്മുടെ പല കാര്യങ്ങളും, നമ്മുടെ കൾച്ചർ നമ്മളെ സ്വാധീനിക്കും. കുറേ കാര്യങ്ങളുടെ സ്വാധീനത്തിലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ചിന്തിക്കാൻ കഴിയും. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ വളർന്നു വന്ന കുറേ പരിസരമുണ്ട്. ഞാൻ കേരളത്തിൽ വളർന്നു, ഞാൻ കണ്ട കുറേ കാര്യങ്ങൾ, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചിന്തയെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ചിന്തിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മനുഷ്യന്റെ ഇതിൽ. അതുകൊണ്ടാണ് ഇന്നത്തെ ആയത്തിൽ പറയുന്നത് അഫി ഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ എന്നുള്ളത്. ജെഫ്രി ഹിൻഡൻ എന്ന് പറഞ്ഞിട്ട്, ഈ ഗോഡ് ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ആളാണ് ജെഫ്രി ഹിൻഡൻ. നോബൽ പ്രൈസ് ഒക്കെ കിട്ടിയ ആളാണ്. അദ്ദേഹത്തിന്റെ ഈ അടുത്തൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഇന്റർവ്യൂ, നിങ്ങൾ കാണേണ്ട ഇന്റർവ്യൂ ആണ്, ഏത് ചാനലാണെന്ന് ഞാൻ മറന്നുപോയി. ആ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എങ്ങനെയാണ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ഹ്യൂമനെ കൺട്രോൾ ചെയ്യാൻ കഴിയാന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം 2 ഉദാഹരണം പറയുന്നുണ്ട്. ഒന്നാമത്തെ ഉദാഹരണം, ബുദ്ധി കുറവുള്ള ഒരാള് ബുദ്ധി കൂടുതലുള്ള ഒരാളെ കൺട്രോൾ ചെയ്യുന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മളെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഒരു ബുദ്ധിയില്ലാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ട് വളരെ ബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാരെ വരെ കൺട്രോൾ ചെയ്യുന്നത്. ഇതാണ് ബുദ്ധി കുറവുള്ള ആള് വളരെ സിമ്പിളായിട്ട് ബുദ്ധി കൂടുതലുള്ള ആള്. ഇനി ബുദ്ധി കൂടുതലുള്ള ആള്, ഹയർ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരാൾ ബുദ്ധി കുറവുള്ള ആളെ കൺട്രോൾ ചെയ്യുന്നതിന് അദ്ദേഹം പറയുന്ന ഉദാഹരണം, ഒരു മാതാവ് കുട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇടയ്ക്കൊരു മുട്ടായിയൊക്കെ കൊടുത്ത് ഒന്ന് ഇതായി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ആവുന്ന, ഒരു പരസ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളെ പല സ്റ്റൈലുകളും നമ്മളെ വസ്ത്രധാരണയൊക്കെ ഇൻഫ്ലുവൻസ് ആകുന്ന ഇതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ഇന്ദ്രിയങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻ ഉണ്ട്. അത് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, അവന് കണ്ടുപിടിക്കാൻ കഴിയില്ല. 1. 2, നമ്മുടെ വലിയ ദൗർബല്യമാണെന്ത്, നമ്മളെ പല ആൾക്കാർക്കും സ്വാധീനിക്കാൻ കഴിയും, പല കാര്യങ്ങൾക്കും സ്വാധീനിക്കാൻ കഴിയും. ആ സ്വാധീനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് വേണം, വളരെ പ്യുവറായിട്ട് ഒരു അള്ളാന്റെ അടുത്ത് നിന്നുള്ള അറിവ്, വഹി വേണം. അതാണ് ഖുർആൻ എന്നുള്ളതാണ് ഖുർആന്റെ വാദം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ആയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഖുർആന്റെ വലിയൊരു വിഷയമാണെന്ത്, അവിടുത്തെ ഖുറൈശികൾ വിശ്വസിക്കാതിരുന്നതിൻ്റെ ഒരു കാരണം, അവർ ആരോപിച്ചൊരു കാര്യം എന്തായിരുന്നു, ഈ പ്രവാചകന് ജിന്ന് ബാധിച്ചിരുന്നു, മാരണം ബാധിച്ചിരുന്നു, കവിതയാണ് പറയുന്നത്. അതിനുള്ള മറുപടിയായിട്ടാണ് എന്ത് പറയുന്നത്, ഇന്നഹു ലഖുർആൻ കരീം എന്നുള്ളത്. നമ്മൾ ഓൾറെഡി അതെന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഖുർആനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഖുർആൻ ധാരാളം തെളിവുകൾ, യുക്തിപൂർവമായിട്ടുള്ള തെളിവുകൾ, ഖുർആനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ധാരാളം തെളിവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഖുർആൻ ദൈവികമാണ് എന്ന കാര്യത്തിന് പറയുന്നുണ്ട്. അതിലൊന്നാമത്തെ തെളിവ്, ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു പ്രപഞ്ചത്തെ വെച്ചുകൊണ്ടാണ് ഖുർആൻ ദൈവികമാണ് എന്ന് തെളിയിക്കുന്നത്. ഇന്നത്തെ ആയത്തിൽ എന്താ പറയുന്നത്, ഫലാ ഉഖ്സിമു ബി മവാഖിഉൻ നുജൂം. നക്ഷത്രങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത്, ഈ ഖുർആൻ എന്നുള്ളത് സാധ്യമാണ്, ഖുർആൻ ആവശ്യവുമാണ് എന്നുള്ളത് എന്താവും, നമുക്ക് മനസ്സിലാവും എന്ന് കാണാൻ പറ്റും. നിങ്ങൾ ശരിക്കും നമ്മൾ നക്ഷത്രങ്ങളെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ, സ്റ്റാർസിനെ കുറിച്ച് മാത്രം ആലോചിച്ച് കഴിഞ്ഞാൽ, ഈ മാത്സിൽ തന്നെ പറയുന്നതിൻ്റെ ഒരു കാര്യത്തിൻ്റെ എണ്ണം പറയുന്നതിൻ്റെ മാക്സിമം പറയുന്നിടത്ത് സെപ്റ്റിലിയൻ എന്ന് പറയും. എന്ന് വെച്ചാൽ 1 ശേഷം 24 പൂജ്യം ഉണ്ടാകുമ്പോഴാണ്, ബില്യൺ മില്യൺ ഒക്കെ കഴിഞ്ഞിട്ട് സെപ്റ്റിലിയൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോഗമുണ്ട്. അത്രയും നക്ഷത്രങ്ങളാണ് എന്തുള്ളത്, ഭൂമിയിലുള്ളത്, പ്രപഞ്ചത്തിലുള്ളത് എന്ന് കാണാൻ പറ്റും. ഓരോ നക്ഷത്രങ്ങളും എന്താണ്, വലിയ ഹൈഡ്രജൻ ഗ്യാസ് നിറഞ്ഞ, ഹീലിയവും ഹൈഡ്രജൻ ഗ്യാസ് നിറഞ്ഞ വലിയ ഗോളങ്ങളാണ്. ഇതിൻ്റെ ഓരോ ജീവിത കാലയളവിലും ധാരാളം കെമിക്കൽ റിയാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ അവിടെ നിൽക്കുന്നു എന്നുള്ളത് തന്നെ അതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ളതും, ആ സൃഷ്ടാവിന് വഹിയ പോലെയുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ദിവ്യബോധനമുള്ള സാധനം ചെയ്യാൻ കഴിയും എന്നുള്ളതിൻ്റെ പ്രൂഫാണ്. നമുക്ക് സാധാരണയായിട്ട് വളരെ ലളിതമായി ചിന്തിക്കാവുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇത്രയും നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ട്
ഒരിക്കലും രണ്ട് നക്ഷത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഉത്തരം, ഇപ്പം സൂര്യൻ ഒരു നക്ഷത്രമാണ്, സൺ എന്താണ്, ഒരു സ്റ്റാറാണ്. സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള സ്റ്റാർ എന്ന് പറയുന്നത് പ്രോക്സിമ സെഞ്ചുറിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാറാണ്, ഏറ്റവും അടുത്തുള്ള. അത് സൂര്യനിൽ നിന്നും 4 ലൈറ്റ് ഇയേഴ്സ് അകലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പ്രകാശവർഷം അകലാണ്. പ്രകാശവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്യൺ ബില്യൺ മീറ്റേഴ്സ് ആണ്. അപ്പം ഒരു നക്ഷത്രത്തിൽ നിന്നും മറ്റൊരു നക്ഷത്രം എന്ന് പറയുന്നത് 4 ലൈറ്റ് ഇയേഴ്സ് അകലമാണ്. എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഇത്രയും നക്ഷത്രം ഉണ്ടെങ്കിൽ ആ നക്ഷത്രത്തിൻ്റെയൊക്കെ വലുപ്പത്തേക്കാൾ ദൂരം 2 നക്ഷത്രങ്ങൾ തമ്മിലുണ്ടെങ്കിൽ എത്രത്തോളം വലുതായിരിക്കും റബ്ബുൽ ആലമീൻ എന്ന് പറയുമ്പം ഈ ആലമീൻ എത്രത്തോളം വലുതായിരിക്കും എന്ന് ചിന്തിക്കുന്നിടത്ത് തന്നെ എന്താണ്, സൃഷ്ടാവുണ്ട് എന്നതിന് വലിയൊരു തെളിവ് അതിൽ. അപ്പൊ അള്ളാഹു ഇതിൽ പറയുന്നത് അള്ളാഹ്ക്ക് വഹി പോസിബിൾ ആണ് എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ സെലക്ട് ചെയ്തിട്ട് അവന് ഇങ്ങനെ കൃത്യമായി ഖുർആന്റെ സന്ദേശം കൊടുക്കൽ പോസിബിൾ ആണ്. ഇതാണ് ഒന്നാമത് പറയുന്നത്. രണ്ടാമത് നമുക്ക് വഹി ആവശ്യമാണ് എന്നത് പറയാൻ കാരണം എന്താണ്, നക്ഷത്രങ്ങൾ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുന്ന വ്യവസ്ഥ നിലനിൽക്കാൻ കാരണം, മവാഖിഉൻ നുജൂം നിലനിൽക്കാൻ കാരണം എന്താണ്, അള്ളാന്റെ നിയന്ത്രണമാണ്. അതുപോലെ തന്നെ മനുഷ്യന്റെ ജീവിതം ഇവിടെ സാധ്യമാകണമെങ്കിൽ, മനുഷ്യൻ കൃത്യമായി ജീവിക്കാൻ കഴിയണമെങ്കിൽ എന്ത് വേണം, അള്ളാന്റെ നിയന്ത്രണം വേണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു ഇവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. സൂറ തക്വീറിൽ ഇതേപോലെ പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. സൂറ തക്വീറിൽ 15 മുതലുള്ള ആയത്തുകളിൽ ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരിൽ കുന്നസ് എന്ന് പറഞ്ഞാല് മുന്നോട്ടും പിന്നോട്ടും പിൻവാങ്ങി വരുന്ന നക്ഷത്രങ്ങൾ തന്നെയാണ് സാക്ഷ്യം. വല്ലൈലി ഇദാ അസ്അസ് വിട പറയുന്ന രാവ് എന്ന് പറഞ്ഞാല് രാത്രി വന്നിട്ട് പകലാകുന്നതിനെ കുറിച്ച്. വസ്സുബ്ഹി ഇദാ തനഫസ് പ്രഭാതം പൊട്ടി വിളരുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഈ വർത്തമാനം ആരുടേതാണ്, റസൂലിൻ്റെയാണ്, അള്ളാഹിന്റെ പ്രവാചകന്റേതാണ് എന്ന് കാണാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ പ്രൂഫ് എന്താ വെച്ചാൽ വഹി ഉണ്ട് എന്നതിന്റെ ഒന്നാമത്തെ പ്രൂഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രപഞ്ചമാണ്. നമുക്ക് ചുറ്റുമുള്ളത് അള്ളാഹ്ക്ക് സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ വഹി അള്ളാഹ്ക്ക് സാധ്യമാണ് എന്നുള്ളതാണ്. 2, ഈ ചുറ്റുമുള്ളത് ഇങ്ങനെ നിലനിൽക്കാൻ അള്ളാഹ് വേണം എന്നത് എന്തിനേയും കൂടെ പ്രൂവ് ചെയ്യുന്നു, നമ്മുടെ ജീവിതം അതിന്റെ പർപ്പസ് കണ്ടുപിടിക്കാൻ നമുക്ക് ആരെ സഹായം ആവശ്യമുണ്ട്, പടച്ചവന്റെ സഹായം ആവശ്യമുണ്ട്. രണ്ടാമത് വഹി ദൈവികമാണ് എന്നതിന്റെ പ്രൂഫ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വമാണ്. ഇത് ഖുർആൻ പറയുന്നതാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പ്രവാചകൻ പറയുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കണം എന്നുള്ളത് പ്രവാചകന്റെ വ്യക്തിത്വമാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. ഇവിടെ ഇന്നത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്, ഖുർആനിൻ കരീം. പ്രവാചകൻ എന്താണ്, വളരെ ആദരണീയനായ 40 വർഷത്തോളം ആ മനുഷ്യർക്കിടയിൽ ഒരു കള്ളത്തരവും പറയാതെ അവർക്ക് സമ്പൂർണ്ണ വിശ്വസ്തനായിട്ട് ജീവിച്ചിട്ട് ഒരു മനുഷ്യൻ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ മുതൽ കള്ളത്തരം പറയാൻ തുടങ്ങി എന്ന് പറയുന്നത് എന്തല്ല, ലോജിക്കലി നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു തിയറിയല്ല. എന്ന് മാത്രമല്ല അദ്ദേഹം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്ന ലാഭം നോക്കിയാലും എന്തല്ല, അത് ലോജിക്കലി ഒരു മനുഷ്യൻ 40 എന്ന് വെച്ചാൽ 25 അല്ല, 40 ഏകദേശം ഒരു മനുഷ്യന്റെ ഏകദേശം ജീവിതത്തിന്റെ ഒരു മിഡിലായി കഴിഞ്ഞു. അതുവരെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഡീസൻ്റ് ആയി നടന്നൊരു മനുഷ്യൻ തറവാടും കുടുംബവും ഒക്കെ കളഞ്ഞിട്ട് 40ാമത്തെ വയസ്സ് മുതൽ പിറ്റേന്ന് മുതൽ കള്ളത്തരം പറയാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത് എന്തല്ല, ഖുർആൻ പറയുന്ന രണ്ടാമത്തെ തെളിവ് റസൂല് മാത്രമല്ല, റസൂലുൻ കരീമാണ് എന്നുള്ളതാണ്. അതേപോലെ സൂറ യൂനുസിൽ അള്ളാഹു അവരോട് ചോദിക്കുന്നത് ഫഖദ് ലബിസ്തു ഫീക്കും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ. ഇതിനു മുന്നേ എത്രയോ കാലം പ്രവാചകൻ നിങ്ങളുടെ കൂടെയല്ലേ ജീവിച്ചത്? അള്ളാഹുടെ ചോദ്യമാണ്. ഫഖദ് ലബിസ്തും ഫീക്കും ഉമറൻ മിൻ ഖബ്ലിഹി, എത്ര കാലം നിങ്ങളുടെ കൂടെ ജീവിച്ച മനുഷ്യനാണ്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ഈ മനുഷ്യൻ എന്തിനാണ് കള്ളത്തരം പറയുന്നത് എന്നുള്ളത്. തോമസ് കാർലയിൽ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പരാമർശിക്കപ്പെടുന്ന ചിന്തകനാണ് തോമസ് കാർലയിൽ. തോമസ് കാർലയിൽ തൻ്റെ ബുക്കിൽ പറയുന്നത് തനിക്ക് ഇനി ആസ്വദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നേടാൻ വേണ്ടി, എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രായം ഏകദേശം കഴിഞ്ഞു, ഇനി ആസ്വദിക്കാൻ മാത്രമൊന്നും ഇല്ല പ്രായം, തനിക്ക് ഇനി ആസ്വദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ നേടാൻ വേണ്ടി തൻ്റെ എല്ലാ മുൻകാല വ്യക്തിത്വവും ചരിത്രവും അദ്ദേഹം ഇല്ലാതാക്കി എന്നൊരാൾ പറയുകയാണെങ്കിൽ ആ തത്വത്തിൽ ഞാൻ ഒരിക്കലും എന്ത് ചെയ്യൂല, വിശ്വസിക്കൂല എന്നുള്ളത് തോമസ് കാർലയിൽ അദ്ദേഹത്തിന്റെ ബുക്കിൽ എഴുതുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ രണ്ടാമത്തെ പ്രൂഫ് ഇത് ഖുർആൻ അള്ളാന്റെ അടുത്ത് നിന്നുള്ള രണ്ടാമത്തെ പ്രൂഫ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വമാണ്. മൂന്നാമത്തെ പ്രൂഫ്
പ്രവാചകൻ ഇതുകൊണ്ട് ഒരു ലാഭവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ കള്ളത്തരം പറഞ്ഞു തുടങ്ങിയാൽ എന്തെങ്കിലുമൊക്കെ ഒരു ലാഭമാണല്ലോ. ഇത് പറഞ്ഞു തുടങ്ങുന്നതിനൊരു കാരണം എന്തോ ഒരു വലിയ ലാഭത്തിന് വേണ്ടിയായിരിക്കുമല്ലോ. വലിയ തറവാടും അടിയും ഒട്ടകത്തിന്റെ കുടൽമാലൊക്കെ ഹിജ്റ ചെയ്യുന്നു, യുദ്ധം നേടുന്നു, മുറിവ് വരുന്നു, ആൾക്കാർ കൂടെയില്ല, ആക്ഷേപങ്ങൾ കേൾക്കുന്നു. അപ്പൊ എന്തെങ്കിലും ലാഭമാണല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുമ്പോഴും ദരിദ്രനായിട്ടാണ് മരിച്ചത്. പ്രവാചകന്റെ കുടുംബം വരെ മരണപ്പെടുമ്പം വലിയ സ്വത്തില്ലാതെയാണ് മരണപ്പെടുന്നത്. എന്ന് വെച്ചാൽ 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെ, പ്രത്യേകം 40 വയസ്സ് വരെ നേടിയതിൽ കുറവല്ലാതെ എന്ത് ചെയ്തിട്ടില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലായിട്ട് ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ എല്ലാ പ്രവാചകന്മാരും തൻ്റെ ജനതയോട് പറയുന്നത്, യാ കൗമി ലാ അസ്അലക്കും അലൈഹി അജ്ർ, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ല. ഞങ്ങൾ പറയുന്ന സത്യമാണ് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ലോജിക് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, നിങ്ങളോടൊരു പൈസയും ചോദിക്കുന്നില്ല. ലാ അസ്അലുക്കും അലൈഹി അജ്ർ ഇൻ അജ്രിയ ഇല്ലാ അലല്ലദി ഫതറനി, ഞങ്ങളെ സൃഷ്ടിച്ചവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ പ്രതിഫലം ആഗ്രഹിക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ പ്രൂഫ്. എന്താണ്? പ്രവാചകന് പ്രത്യേക ഒരു ലാഭം കിട്ടിയിട്ടില്ല. നാലാമത്തെ വലിയൊരു പ്രൂഫ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഖുർആൻ എഴുതിയതെങ്കിൽ പ്രവാചകനെതിരെ തന്നെ ഖുർആൻ എത്രയോ വിമർശനങ്ങൾ, ഏകദേശം 9ഓളം വിമർശനങ്ങൾ ഖുർആനിൽ പ്രവാചകനെ തന്നെ അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്, വിമർശിക്കുന്നത്. ഇപ്പൊ ഒരാള് നാളെ മുതൽ എഴുതുകയാണ്, അയാളുടെ വലിയ മഹാവീര്യ കാവ്യങ്ങളാണല്ലോ എഴുതി വെക്കേണ്ടത്, അതല്ല ഖുർആനിലുള്ളത്. ഖുർആനില് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ പറയുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ്. പ്രവാചകനെതിരെ വിമർശനങ്ങൾ എന്തുണ്ട്, ലോകാവസാനം വരെയുള്ള ആൾക്കാർക്ക് വായിക്കാൻ ഖുർആനിൽ എപ്പോഴും ഉണ്ട്. അതിലൊന്ന് സൂറ ഹാക്കയിൽ നമ്മൾ ശരിക്കും അത്ഭുതപ്പെട്ടു വന്ന പ്രയോഗമുണ്ട്. സൂറ ഹാക്കയിൽ 44 മുതൽ 47 വരെയുള്ള ആയത്തില്, വലൗ തഖവ്വല അലൈന ബഅദൽ അകാവീൽ, നമ്മുടെ പേരിൽ അദ്ദേഹം എന്ന് വെച്ചാൽ പ്രവാചകൻ വല്ല വാക്കും കെട്ടിച്ചമച്ചു പറഞ്ഞിരുന്നെങ്കിൽ, അള്ളാഹ് പറയാണ്, എൻ്റെ പേരിൽ ഈ പ്രവാചകൻ എന്തെങ്കിലും വാക്ക് കെട്ടിച്ചമച്ചു പറഞ്ഞിരുന്നെങ്കിൽ ല അഖദ്ന മിൻഹു ബിൽ യമീൻ, അദ്ദേഹത്തെ നാം വലത് കൈകൊണ്ട് പിടിക്കുമായിരുന്നു. സുമ്മ ലഖതഅന മിൻഹുൽ വതീൻ, എന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി നാം മുറിച്ചു കളയുമായിരുന്നു. ഫമാ മിൻകും മിൻ അഹദിൻ അൻഹു ഹാജിസീൻ, അപ്പോൾ നിങ്ങളിൽ ആർക്കും അദ്ദേഹത്തിൽ നിന്ന് ശിക്ഷയെ തടയാൻ ആവില്ല. ആരെക്കുറിച്ചാണ് പറയുന്നത്? പ്രവാചകനെ കുറിച്ച് അള്ളാഹ് പറയാണ്, എന്ത്, എൻ്റെ പേരിലെങ്ങാൻ ഈ പ്രവാചകൻ ഖുർആനിൽ എന്തെങ്കിലും പുതുതായിട്ട് ഉച്ച ചേർന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, അദ്ദേഹത്തിന്റെ കഴുത്തിന് പിടിക്കുമായിരുന്നു. നിങ്ങൾക്ക് ആർക്കും അത് തടയാൻ കഴിയില്ല. എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വയം എഴുതിയിട്ട് സ്വന്തത്തിനെ ഇങ്ങനെ ഇതാക്കുക? രണ്ടാമത് ഖുർആനിൽ നിന്നുള്ള രണ്ടാമത്തെ ഉദാഹരണം സൂറ അബസയാണ്. സൂറ അബസയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മനുഷ്യന്റെ നേരിൽ ഒന്ന് നെറ്റി ചുളിച്ചതാണ്, അത്രേ ചെയ്തിട്ടുള്ളൂ. ജസ്റ്റ് ഒരു നെറ്റി ചുളിച്ച് ഒന്ന് മുഖം ഇതാക്കി. അത് ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് വായിക്കാൻ വേണ്ടി അള്ളാഹ് എന്ത് ചെയ്തിട്ടുണ്ട്, ആയത്തായിട്ട് ഇറക്കിയിട്ടുണ്ട്. അബസ വതവല്ല എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ ഉദാഹരണം. മൂന്നാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരുമായിട്ടുള്ള പെരുമാറ്റത്തിൽ പ്രവാചകനെ തിരുത്തുന്ന ആയത്ത് എന്തുണ്ട്, സൂറ തഹരീമിൽ നമുക്ക് കാണാൻ കഴിയും. നാലാമത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും മുസ്ലിങ്ങളാക്കാൻ വേണ്ടിയിട്ട് ബേജാറായി നടക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞ ആയത്തുകൾ നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അഞ്ചാമത് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ജൂതനെതിരെ അൻസാരികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജൂതനെതിരെ വിധിക്കാൻ വേണ്ടി, എന്ന് വെച്ചാൽ ജൂതന്റെ ഭാഗത്താണ് എന്ത് ന്യായം, അൻസാരിയാണ് കുറ്റവാളി. അൻസാരികളൊക്കെ എന്ത് ചെയ്തു, പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഏകദേശം പ്രവാചകൻ ജൂതനെതിരെ വിധിക്കാൻ വേണ്ടി പോകാൻ മാത്രം അദ്ദേഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്ത്, പ്രവാചകൻ വിധിക്കാൻ പോകുമ്പം അള്ളാഹു എന്ത് ചെയ്തു, പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യണം, നീതിപൂർവം വിധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറങ്ങി. എന്ന് പറഞ്ഞാൽ ഇത്രയും വിമർശനങ്ങൾ തൻ്റെ പേരിൽ എഴുതി വെക്കുക എന്ന് പറയുന്നത് എന്തല്ല, ലോജിക്കലി എന്തല്ല, അതിലൊരു ഇതില്ല. അതുകൊണ്ടാണ് സൂറ കഹ്ഫിൽ, ഇനി സൂറ കഹ്ഫിൽ അവസാനത്തെ ആയത്തിൽ അള്ളാഹ് പ്രവാചകനെ കൊണ്ട് പറയിക്കുന്നത് എന്താണ്, കുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ എന്നാണ്. പ്രവാചകനോട് പറയിപ്പിക്കുകയാണ് എന്ത്, ഞാൻ നിങ്ങളെപ്പോലെ വെറും ഒരു മനുഷ്യൻ മാത്രമാണ്. ഇന്നമാ അന ബഷറും മിസ്ലുക്കും, നിങ്ങളെപ്പോലത്തെ ഒരു സാധാ മനുഷ്യൻ മാത്രമാണ്. എൻ്റെ ആകെയുള്ള സ്പെഷ്യാലിറ്റി എന്താണ്, യൂഹ ഇലയ്യ, എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വഹി കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ വലിയ സ്പെഷ്യലായിട്ടുള്ള ഒന്നുമല്ല, ഞാനൊരു വളരെ സാധാരണക്കാരനായ മനുഷ്യനാണ് എന്ന് പ്രവാചകനെ കൊണ്ട് പറയിക്കുന്ന ഖുർആൻ. അപ്പൊ ഇതെന്താണ് നാലാമത്തെ പ്രൂഫ്, ഖുർആൻ അള്ളാഹുവിൽ നിന്നാണ് എന്നുള്ളതിന്റെ നാലാമത്തെ പ്രൂഫ് പ്രവാചകനെതിരെയുള്ള വിമർശനങ്ങളാണ്. അഞ്ചാമത്തെ പ്രൂഫ് പ്രവാചകൻ വഹീനോട് പ്രതികരിച്ച രൂപമാണ്.
പ്രവാചകൻ വഹിയിനോട് പ്രതികരിച്ച രൂപമാണ്. ശരിക്ക് വഹി ഭയങ്കര സൂപ്പർ സംഭവമായിട്ട് പ്രവാചകൻ കള്ളത്തരം പറഞ്ഞിട്ട് തന്നെ ഭയങ്കര ഇതാക്കാനാക്കാനുണ്ടെങ്കിൽ പ്രവാചകന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? പ്രവാചകൻ ഭയങ്കര കുതിരയിലൊക്കെ വന്ന് വഹി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂടെ വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് വരികയല്ല ചെയ്യുന്നത്. പ്രവാചകൻ പേടിച്ച് ഓടി ഭാര്യയുടെ മടിയിൽ കിടന്നുകൊണ്ട് എന്നെ പുതപ്പിക്കൂ എന്നാണ് പറയുന്നത്. പച്ചയായ മനുഷ്യനെ പോലെ ഭയങ്കര വീക്ക്നെസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ നമ്മൾ കാണുന്നത്. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. പ്രവാചകന്റെ ചരിത്രം എഴുതിയ ഒരു ചരിത്രകാരിയാണ് ലെസ്ലി ഹെസിൽട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജൂതയായിട്ടുള്ള സ്ത്രീ, ലെസ്ലി ഹെസിൽട്ടൺ. അവര് വളരെ വിമർശനാത്മകമായിട്ടാണ് പ്രവാചകന്റെ, വളരെ ക്രിട്ടിക്കായിട്ടാണ് പ്രവാചകന്റെ ചരിത്രം എഴുതുന്നത്. പക്ഷെ ആ ചരിത്രം എഴുതുമ്പം അവരെഴുതുന്ന വളരെ നമ്മളെ കണ്ണ് നനഞ്ഞു പോകുന്ന ഒരു സംഭവമുണ്ട്. വഹീനെ കുറിച്ച് അവരെഴുതുന്നത് പിന്നെ ഒരു യുക്തിവാദിയെ സംബന്ധിച്ച് ഇത് യാഥാർത്ഥ്യം എന്നതിനേക്കാൾ ഫിക്ഷൻ മാത്രമാണ്, സാങ്കല്പികത മാത്രമാണ്. എന്ത്, ഒരു മനുഷ്യനും മുകളിൽ നിന്ന് ഒരാൾ ദൈവം സംസാരിച്ചു എന്നുള്ളത് ഒരു യുക്തിവാദിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ ഫിക്ഷനാണ്, വളരെ സാങ്കല്പികതമാണ്. മുഹമ്മദ് നമ്മൾ സാധാരണ ഇത്തരം അനുഭവങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് പോലെ പെരുമാറിയിരുന്നെങ്കിൽ നമുക്കും അങ്ങനെ കരുതാമായിരുന്നു. അങ്ങനെ കരുതിയിരുന്നെങ്കിൽ നമുക്കും പറയായിരുന്നു എന്ത്, അങ്ങനെ പറയായിരുന്നു. പക്ഷെ അനുഭവം മറിച്ചായിരുന്നു. അദ്ദേഹം ആ മലയുടെ മുകളിൽ നിന്ന് അന്തരീക്ഷത്തിൽ നിന്ന് പറന്നു വന്നില്ല. അദ്ദേഹം ഹാലേലൂയ എന്നോ ദൈവത്തിന് സ്തുതി എന്നോ വിളിച്ച് ഓടി വന്നില്ല. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ദിവ്യപ്രകാശം വന്നില്ല. മാലാഖമാരുടെ ഗായക സംഘമോ സ്വർഗത്തിലെ സംഗീതമോ അദ്ദേഹത്തെ അനുഗമിച്ചില്ല. മറിച്ച് തനിക്കുണ്ടായ അനുഭവം യാഥാർത്ഥ്യമാണോ എന്ന് അദ്ദേഹം സംശയിച്ചു. ജിന്ന് കൂടിയതാണോ വേറെന്തെങ്കിലും ബാധ കൂടിയതാണോ എന്ന് അദ്ദേഹം സംശയിച്ചു. ബോധം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക എന്നതായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് അവർ പറയുന്നത്, ആ നിമിഷം എന്തൊക്കെ ആ മലയിൽ സംഭവിച്ചെങ്കിലും മുഹമ്മദിന്റെ തികഞ്ഞ മനുഷ്യഭാവം, ഷിയർ ഹ്യൂമൻനെസ് എന്നാണ് അവർ ബുക്കിൽ എഴുതിയത്. എന്നാൽ പച്ചയായ മനുഷ്യഭാവം മാത്രം മതി ഇതൊരു ചരിത്ര സത്യമാണ് എന്ന് സമ്മതിക്കാൻ. അപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഹീനോട് പ്രതികരിച്ചത് എഴുതി വെച്ച ചരിത്രം മാത്രം മതി. എന്ത്, പ്രവാചകൻ എഴുതി വെച്ചതല്ല എന്ന് വെച്ചാൽ താൻ എഴുതി വെച്ചതല്ല എന്നുള്ളതാണ്. ഇനി ഖുർആനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ വഹിയുമായിട്ട് ബുദ്ധിമുട്ടുന്നത് ഖുർആൻ പറയുന്നുണ്ട്. സൂറ അലയില് സനുക്കരി ഉക്ക ഫലാ തൻസ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്, നീ പ്രവാചകൻ മറന്നു പോകുമോ എന്ന പേടി, വഹിയും തന്റെ ചിന്തയും മിക്സായി പോകുമോ എന്ന പേടി. അപ്പൊ അള്ളാഹ് പറയാണ് സനുക്രിയുക, ഞാൻ നിനക്ക് ഓതിത്തരാം, ഫലാ തൻസ, നീ മറന്നുപോല, നീ പേടിക്കണ്ട, ഞാൻ എന്ത് ചെയ്യാ അതിനെ നോക്കുക എന്ന് പറയുന്നത് എന്താണ്, പ്രവാചകൻ എന്ന് പറയുന്നത് എന്താണ്, വലിയൊരു മാജിക്കലായിട്ട് ഭയങ്കര ഫിക്ഷസ് ആയിട്ട് കാണിക്കുന്നതല്ല. പ്രവാചകൻ വളരെ യാഥാർത്ഥ്യപൂർവ്വം. അതാണ് അഞ്ചാമത്തെ തെളിവ്. ആറാമത്തെ തെളിവ് ഖുർആന്റെ ഭാഷയാണ്. നിങ്ങൾ ഹദീസ് വായിച്ചവരുണ്ടാവും. ഹദീസ് വായിച്ചു കഴിഞ്ഞാൽ ഹദീസിനൊരു ഭാഷയുണ്ട്, അതാണ് പ്രവാചകന്റെ ഭാഷ. ആ ഭാഷയല്ല എന്ത്, ഖുർആന്റെ ഭാഷ. ഇനി നിങ്ങൾ അറബി കവിതകൾ, ആ കാലഘട്ടത്തിൽ നിന്നുള്ള അറബി കവിതകൾ വായിച്ചാൽ ആ ഭാഷയുമല്ല എന്ത്, ഖുർആന്റെ ഭാഷ. പ്രവാചകനാണ് എഴുതിയിരുന്നെങ്കിൽ പ്രവാചകന്റെ ഭാഷയാണല്ലോ വരേണ്ടത്. അല്ല, അറ്റ്ലീസ്റ്റ് അദ്ദേഹം അറബി കവിത കോപ്പി അടിച്ചിട്ട് ആ കാലഘട്ടത്തിലെ അറബി കവിതയുടെ ഒരു റൈമിംഗ് എങ്കിലും എന്ത് വേണം, ഇതിൽ വേണം. ഖുർആന്റെ ആ കാലഘട്ടത്തിൽ അന്ന് അവിടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനും പരിചയമില്ലാത്ത ഭാഷയും സ്റ്റൈലുമാണ് എന്നുള്ളത് ആറാമത്തെ പ്രൂഫ്. ഏഴാമത്തെ പ്രൂഫ് എന്ന് പറയുന്നത് ഖുർആന്റെ ഭാഷയും അവതരണവുമാണ്. ഇത് ശരിക്ക് ലിംഗ്വിസ്റ്റിക് മിറക്കിളാണ്, എന്ന് വെച്ചാൽ ഭാഷാപരമായ അത്ഭുതമാണ്. ഖുർആൻ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ഖുർആൻ സൂറ ബക്കറ എടുത്തു നോക്കിയാൽ, സൂറ നാസ് എടുത്തു നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു കോൺട്രഡിക്ഷൻ കാണാൻ കഴിയില്ല. എങ്ങനെയൊക്കെ വായിച്ചാലും അടിസ്ഥാന മെസ്സേജ് ഒന്നായിരിക്കും, ഒരു വൈരുദ്ധ്യം ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ 23 വർഷക്കാലം ഇറങ്ങിയിട്ട് എഴുതി വെക്കപ്പെടാതെ ആ കാലഘട്ടത്തിൽ നിന്നിരുന്ന് ഇന്ന് ഡോക്യുമെന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനവും ഇല്ല. ഇതൊക്കെ ഉണ്ടായിട്ടും ഒരു വൈരുദ്ധ്യവും ഇല്ലാതെ കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരം അടിസ്ഥാന മെസ്സേജ് പറയുന്ന എന്താണ് ഒരു ഗ്രന്ഥം. അങ്ങനെ പറയുന്നതും സൗന്ദര്യത്തോടു കൂടി പറയുന്ന ഗ്രന്ഥം എന്ന് പറയുന്നത് എന്താണ്, ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഭാഷാപരമായിട്ടുള്ള മിറക്കിളാണ്. ഇതാണ് ഏഴാമത്തെ പ്രൂഫ്. എട്ടാമത്തെ പ്രൂഫ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന സന്ദേശം സമൂഹത്തിലും വ്യക്തിയിലും നന്മ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയാണ് ഒരാൾ കള്ളത്തരം പറഞ്ഞുണ്ടാക്കുന്നതിന് എന്തെങ്കിലും ഒരു തിന്മ ഉണ്ടാണല്ലോ. ലോകാവസാനം വരെ ലോകത്തിനെ നന്നാക്കുന്ന, മനുഷ്യരെ നന്നാക്കാനുള്ള മെസ്സേജ് മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഒരു മനുഷ്യൻ കള്ളത്തരം പറഞ്ഞിട്ട് എന്ത് ചെയ്യൂല, വളരെ ഇത്ര പ്യുവറായിട്ടുള്ളൊരു മെസ്സേജ് ഉണ്ടാക്കൂല എന്നുള്ളതാണ് എട്ടാമത്തെ പ്രൂഫ്. ഒമ്പതാമത്തെ പ്രൂഫ്, അവസാനത്തെ പ്രൂഫ്, ഖുർആന്റെ ആശയവും പ്രവാചകന്റെ അറിവിന്റെ ലെവലുമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം നിരക്ഷരനായിരുന്നു.
ഇങ്ങനത്തെ ദിവ്യബോധനത്തിന്റെ ബൈബിളോ ഇതൊന്നും വായിക്കാത്ത ഒരാളായിരുന്നു. ആ പ്രവാചകന്റെ അറിവിന്റെ ലെവലും ഖുർആൻ പറയുന്ന അറിവുകളും, നക്ഷത്രങ്ങള്, പിന്നെ ഗോളങ്ങള്, ചന്ദ്രൻ, ആഴക്കടല്, ഭൂമി കഴിഞ്ഞ ആഴക്കടല്, പിന്നെ കുടുംബ സംവിധാനം, സാമ്പത്തിക സംവിധാനം, മൂല്യങ്ങള്, നീതി, അങ്ങനെ ഉണ്ടല്ലോ. ആ ഖുർആന്റെ ആശയങ്ങളും പ്രവാചകന്റെ അറിവിന്റെ തലവും നോക്കിക്കഴിഞ്ഞാൽ പ്രവാചകൻ ഇപ്പൊ എന്ന് പറഞ്ഞാൽ മലയാളം മാത്രം പറയുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം എനിക്ക് സംസ്കൃതം അറിയാം എന്ന് പറയുന്ന പോലെയാണ് പ്രവാചകന്റെ അറിവിന്റെ തലവും ഖുർആന്റെ അറിവും എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അവിടെ നിലനിന്നിരുന്ന കാര്യത്തിൽ നിന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ് പ്രവാചകൻ പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? അളവിലും തൂക്കത്തിലും നിങ്ങൾ നീതി പാലിക്കുക എന്നുള്ളത് അവിടെ സാധാരണയായി നടന്നിരുന്ന കാര്യത്തിന് ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പെൺകുട്ടിയെ കുഴിച്ചു മൂടുക എന്നുള്ള സാധാരണം, സ്ത്രീകളെ കെയർ ചെയ്യരുത് എന്നുള്ള സാധാരണത്തിൽ നിന്നും ഖുർആൻ പറയുന്നത് എന്താണ്? അങ്ങനെയല്ല, നിങ്ങൾ എന്ത് ചെയ്യണം? സ്ത്രീകൾക്ക് അവകാശം കൊടുക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവിടെ നിലനിന്നിരുന്നതും പ്രവാചകന്റെ അറിവിന്റെയും തലത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഖുർആൻ പറയുന്നത് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് പിന്നെ ഖുർആന്റെ കുറേ ആശയങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഒന്ന്, ഇതേപോലെ തന്നെ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. ആ കാലഘട്ടത്തിൽ അവിടെ നിന്നിരുന്ന ദൈവത്തെക്കുറിച്ച്, ദൈവം വിഗ്രഹമാണ്, ദൈവത്തിന് അങ്ങനെ അതൊക്കെ വിട്ടിട്ട് ഖുർആൻ പറയുന്ന ദൈവത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാണാൻ കഴിയില്ല. മനുഷ്യനും ദൈവവും തമ്മിൽ വലം യകുല്ലഹു കുഫുവൻ അഹദ്, മനുഷ്യനും ദൈവവും തമ്മിൽ കൃത്യമായ ബാരിയർ എന്ത് ചെയ്തു? അവിടെ ഇല്ലാത്ത, അവിടെ നിലനിൽക്കാത്ത ഒരു ആശയത്തെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്? ഖുർആൻ പറയുന്നത് എന്നുള്ളതാണ്. അപ്പം 9ഓളം യുക്തികൾ യഥാർത്ഥത്തിൽ ഈ നമ്മൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനും അപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വിഷയത്തിൽ ആലോചിക്കാൻ കഴിയും. എന്ന് വെച്ചാൽ ഖുർആൻ ഈ ആയത്തുകളിലൂടെ നമ്മളോട് പറയുന്നത് ഖുർആൻ വഹിയാണ്. ആ വഹി ദൈവത്തിൽ, അള്ളാഹുവിൽ നിന്നാണ്. ആ അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് കണ്ണ് തുറന്ന് നോക്കിയാൽ തന്നെ ധാരാളം തെളിവുകൾ ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ഖുർആനിൽ ഉറച്ച് വിശ്വസിക്കുക എന്നാണ് പടച്ചോൻ പറയുന്നത്. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോൻ നമ്മുടെ ഉള്ളിൽ ഖുർആനെക്കുറിച്ചും അള്ളാഹുവിനെ കുറിച്ചൊക്കെ ആഴത്തിലുള്ള ഈമാൻ അള്ളാഹു നിറച്ചു തരുമാറാകട്ടെ. അള്ളാഹു വെസ്റ്റ് ബാങ്കിലെ ജനങ്ങൾക്ക് സമാധാനവും സുരക്ഷിതത്വവും ശക്തിയും ഒക്കെ അള്ളാഹു ധാരാളമായി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.